സംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുമ്പോൾ US-ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പെടാപ്പാട് പെടുകയാണ് പാകിസ്ഥാൻ. ഇറാൻ യുദ്ധത്തിലെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ചകൾ നടക്കുന്നതിനാൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9, 10 തീയതികളിലാണ് ഇസ്ലാമാബാദിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത്. ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ ചില മേഖലകളിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. ലോകം ഉറ്റുനോക്കുന്ന ചർച്ചയിൽ അമേരിക്ക, ഇറാൻ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ, ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തത എന്നീ പ്രശ്നങ്ങളിൽ തട്ടി താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് വീണ്ടും ചർച്ചകൾ നടക്കുന്നത്. വെള്ളിയും ശനിയുമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുക. ബുധനാഴ്ച വൈകിയാണ് ഇസ്ലാമാബാദ് ജില്ലാ ഭരണകൂടം അവധി വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അവധിക്ക് പ്രത്യേക കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഉന്നതതല നയതന്ത്ര പരിപാടികൾക്ക് മുന്നോടിയായി സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പാക് തലസ്ഥാനത്ത് അവധിയോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തുന്നത് പതിവാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി അമേരിക്കയിൽ നിന്ന് 30 അംഗ സംഘം ഇതിനകം ഇസ്ലാമാബാദിൽ എത്തിയതായി പാകിസ്ഥാനിലെ ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തു. US-ഇറാൻ പ്രതിനിധി സംഘങ്ങൾ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലെത്തുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചു. ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഷെരീഫ് ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിക്കുകയെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത്. ഒമാന്റെ മുൻകൈയിൽ നേരത്തെ നടന്ന സമാധാന ചർച്ചകളിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരും സംഘത്തിലുണ്ടാകും. ഇറാൻ സംഘത്തിന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, പാർലമെന്റ് സ്പീക്കർ ബാഗർ ഖാലിബാഫ് എന്നിവർ നേതൃത്വം നൽകും. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ കുവൈറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതര നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾ, ജല ഡീസലിനേഷൻ പ്ലാന്റുകൾ, ഇന്ധന ടാങ്കുകൾ എന്നിവയും ഉൾപ്പെടെ നിരവധി പ്രധാന സ്ഥാപനങ്ങളെ ആക്രമിച്ചു. ആഭ്യന്തര മന്ത്രാലയ വക്താവും സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറലുമായ ബ്രിഗേഡിയർ ജനറൽ നാസർ ബൌസ്ലൈബ് ബുധനാഴ്ച നടത്തിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷനും വൈദ്യുതി, ജലം, നവീകരണ ഊർജ്ജ മന്ത്രാലയത്തിനും കീഴിലുള്ള നിരവധി പ്രധാന സ്ഥാപനങ്ങൾക്കെതിരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഈ ആക്രമണങ്ങൾ എണ്ണ സ്ഥാപനങ്ങൾ, 3 വൈദ്യുത നിലയങ്ങൾ, ജല ഡീസലിനേഷൻ പ്ലാന്റുകൾ എന്നിവയെ ലക്ഷ്യമിട്ടതായും അതിനെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉൽപാദന യൂണിറ്റുകൾക്കും ഇന്ധന ടാങ്കുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചില സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായതായും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.